ദുനിയാവിൻ്റെ തൊലിക്ക് മുകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, എല്ലാവിധ സൽക്കർമ്മങ്ങളും എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ചൊല്ലുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, ദിക്റുകൾ ചൊല്ലുന്നുണ്ട്, സ്വലാത്തുകൾ ചൊല്ലുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് ഒരു മനുഷ്യനോട് നമ്മൾ ചോദിച്ചാൽ നമ്മളോട് പറയും, എനിക്ക് അള്ളാഹിൻ്റെ പരിശുദ്ധ സ്വർഗം വേണം, അള്ളാഹിൻ്റെ പരിശുദ്ധമായ സ്വർഗം വേണം. ആ സ്വർഗം എൻ്റെ പ്രിയമുള്ളവരെ വെറുതെ അള്ളാഹു താല നൽകില്ല. അള്ളാഹു താല നമുക്ക് സ്വർഗം ലഭിക്കണമെങ്കിൽ, തരണമെങ്കിൽ അതിൻ്റെ ദുനിയാവിൻ്റെ തൊലിക്ക് മുകളിൽ വെച്ചിട്ട് ഒരുപാട് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ കഷ്ടപ്പെടേണ്ടതുണ്ട്, നമ്മൾ പണിയെടുക്കേണ്ടതുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീന് വളരെ വ്യക്തമായിട്ട് പരിശുദ്ധമായ സ്വർഗം ലഭിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മോട് പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ വഴികളൊക്കെ മാറ്റിവെച്ച് നമുക്ക് നമ്മൾ ഇഷ്ടമുള്ളതുപോലെ എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. എന്തിനു ചോദിച്ചാൽ പരിശുദ്ധമായ ദീനിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ മാറ്റി നിർത്തി ദുനിയാവിൻ്റെ മേഖലകളിലേക്ക് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ നടന്നു പോകുന്നവരാണ്, കാലെടുത്ത് വെക്കുന്നവരാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗലോകം എൻ്റെ പ്രിയമുള്ളവരെ അങ്ങനെ ലഭിക്കാനുള്ളതല്ല. അതിൻ്റെ അവകാശികൾക്ക്, നന്മ ചെയ്തവർക്ക് എൻ്റെ പ്രിയമുള്ളവരെ അള്ളാഹു തആല വാഗ്ദാനം ചെയ്തതാണ് പടച്ച തമ്പുരാന്റെ പരമോന്നതമായ സ്വർഗം എന്ന് പറയുന്നത്. എന്നാൽ സ്വർഗം മോനെ വെറുതെ കിട്ടുമെന്ന് വിചാരിക്കേണ്ട നമ്മൾ ആരും. അള്ളാഹു തആല നമ്മളൊക്കെ സ്വർഗത്തിലാക്കി തരട്ടെ. ഒരുമിച്ച് കൂടി നമ്മളൊക്കെ അള്ളാഹു തആല അവൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ അള്ളാഹു തആല ആക്കി തരട്ടെ. ആ സ്വർഗലോകത്തിന്റെ ഉള്ളറയിലേക്ക് നമുക്കൊക്കെ കടന്നു പോകണം. നമ്മളൊക്കെ ഇബാദത്ത് ചെയ്യുന്നതും നമ്മളൊക്കെ നന്മ ചെയ്യുന്നതും എന്തിനെന്ന് ചോദിച്ചാൽ എൻ്റെ പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും പറയുമല്ലോ, പടച്ചവനെ അത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തിന് വേണ്ടിയിട്ടാണോ? നിസ്കരിക്കുന്നതും നോമ്പെടുക്കുന്നതും നന്മകളൊക്കെ ചെയ്യുന്നത് സ്വർഗത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോ എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു തരാ. അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ പടച്ചവനെ അവിടെ തന്റെ സുബഹി നമസ്കാര ശേഷം ഒരിക്കൽ ഇരുന്നു കൊണ്ടോ മദീനയിലെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് അവിടുന്ന് സ്വഹാബത്തിന്റെ മുമ്പിൽ പറയുകയാണ്, സ്വഹാബാ, ഞാൻ ഇന്നലെ പടച്ചു തമ്പുരാന്റെ സ്വർഗം കണ്ടു സ്വഹാബാ. ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ, സ്വർഗത്തിന്റെ അനുഭൂതികളിലൂടെ ഞാനും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും കടന്നു പോവുകയാണ്. സ്വർഗത്തിന്റെ കൊട്ടാരങ്ങൾക്കരികിലൂടെ, സ്വർഗത്തിന്റെ മണിമന്ദിരങ്ങൾക്കരികിലൂടെ, സ്വർഗത്തിന്റെ പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പുഴക്കരികിലൂടെ ഞാനും ജിബ്രീലും ഇങ്ങനെ കടന്നു പോവുകയാണ് സ്വഹാബാ. പടച്ചവനെ, ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോ അല്ലാഹുവേ, സ്വർഗത്തിന്റെ എല്ലാ സുന്ദരമായ നിമിഷങ്ങളും ഞാൻ ഇങ്ങനെ കണ്ട് ആസ്വദിക്കുകയാണ്. അല്ലാഹുവേ, ഇതിങ്ങനെ പറയുമ്പോ സ്വഹാബത്തിന്റെ മനസ്സിനകത്ത് ആ സ്വർഗമെന്ന് ലഭിച്ചിരുന്നെങ്കിൽ, ആ സ്വർഗമെന്ന് കിട്ടിയിരുന്നെങ്കിലോ, ആ സ്വർഗത്തിലൊന്ന് കടക്കാനുള്ള അവകാശം പടച്ചുറപ്പ് തന്നിരുന്നെങ്കിലോ എന്നതാ സ്വഹാബത്തിന്റെ മനസ്സിനകത്ത് വല്ലാത്ത വിശ്വാസം, വല്ലാത്ത ആനന്ദം കടന്നു വരികയാണ്. അതാ പ്രവാചകൻ പറയുകയാ, സ്വഹാബ, ഞാനെങ്ങനെ പരിശുദ്ധമായ സ്വർഗത്തിന്റെ ഉള്ളറയിലൂടെ പോകുമ്പോ സ്വർഗത്തിന്റെ ഒരുപാട് ഫലങ്ങൾ കായ്ക്കുന്ന മരങ്ങൾ കണ്ടു, സ്വർഗത്തിലെ പൂന്തോട്ടങ്ങൾ കണ്ടു, സ്വർഗത്തിന്റെ കൊട്ടാരങ്ങളും അല്ലാഹുവേ എല്ലാ അനുഭൂതികളും കാണുകയാണ്. അങ്ങനെ ഞാനും ജിബ്രീലും കടന്നു പോകുമ്പോ സ്വർഗത്തിന്റെ ഒരു ഈത്തപ്പന തോട്ടങ്ങൾ കരികിലൂടെ പടച്ചവനെ കടന്നുപോയി. ഞങ്ങൾ അങ്ങനെ ഒരു മുന്തിരി തോട്ടത്തിന്റെ ഉള്ളറയിലേക്ക് കടക്കുകയാ. പടച്ചവനെ, പ്രവാചകർ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ആ മുന്തിരിത്തോട്ടത്തിന്റെ ഉള്ളറയിലൂടെ ഞാനും ജിബ്രീലും കടന്നു പോകുമ്പോ അതാ പടച്ചവനെ മുന്തിരിത്തോട്ടത്തിലൂടെ കടന്നു പോകുമ്പോ മുന്തിരിപ്പഴം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കാണുമ്പോ പടച്ചവനെ ഒരു മുന്തിരിപ്പഴം പറിക്കാൻ എന്റെ കൈ അതാ അറിയാതെ അങ്ങ് ഉയരുകയാണോ. എന്റെ കൈ അറിയാതെ മുന്തിരിപ്പഴം പറിക്കാൻ വേണ്ടി ഉയർന്നപ്പോ അതാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, നബിയേ, അവിടുന്ന് ആ മുന്തിരിപ്പഴം പറിക്കല്ല നബിയേ, അത് പറിക്കല്ല നബിയേ. കാരണം ഇത് ദുനിയാവിൽ ജീവിക്കുന്ന കാലഘട്ടത്തിന് കഴിക്കാനുള്ളതല്ല, ദുനിയാവില് ജീവിക്കുന്ന കാലഘട്ടത്തിൽ കഴിക്കാനുള്ളതല്ലോ. ഇവിടത്തെ മുന്തിരിപ്പഴം എപ്പ കഴിക്കാനുള്ളതെന്നറിയോ? ഇവിടേക്ക് വന്നതിന്റെ ശേഷം കഴിക്കാനുള്ളതാ. അങ്ങ് തിരിച്ചു ദുനിയാവിലേക്ക് തന്നെ പോവുകയാണല്ലോ. അതുകൊണ്ടത് പറിക്കല്ല നബിയേ എന്നതാ പടച്ചവനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുമ്പോ അതാ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിന്റെ മുമ്പിൽ ഇതിങ്ങനെ
മുന്തിരിപ്പഴം പറയുമ്പോ പഠിച്ചവനെ അത് പറിക്കാതെ കടന്നു വന്ന പ്രവാചകരെ നോക്കിക്കൊണ്ട് അതാ അവിടുന്ന് സ്വഹാബത്ത് കരയുകയാണ്. സ്വഹാബത്ത് കുട്ടികളെ പോലെ തേങ്ങി തേങ്ങി കരയുകയാ. അവിടുന്ന് റസൂലുള്ള പറയുന്ന സ്വഹാബ, എന്തിനാ കരയുന്നത്, എന്തിനാ കരയുന്നത്? അതാ സ്വഹാബത്ത് കൊച്ചുകുട്ടികളെ പോലെ പരാതി പറയുന്നു, നബിയേ അങ്ങ് സ്വർഗം കണ്ടല്ലോ നബിയേ, സ്വർഗത്തിന്റെ ഉള്ളറയിലൂടെ കടന്നു പോയല്ലോ നബിയേ, എന്നിട്ടെന്തേ ഞങ്ങൾക്ക് സ്വർഗത്തിന് അനുഭൂതികൾ നിറച്ചിട്ടുള്ള പരിശുദ്ധമായ പുണ്യമായ വസ്തുക്കളുണ്ടല്ലോ, അവിടുത്തെ പഴങ്ങളുണ്ടല്ലോ, അവിടുത്തെ പാനീയങ്ങളുണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞ മുന്തിരിപ്പഴമുണ്ടല്ലോ, എന്തേ ഞങ്ങൾക്കത് പറിച്ചിട്ട് കൊണ്ടുതരാതിരുന്നത്? അതാ പ്രവാചകരോട് പരാതി പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ അവിടുന്ന് ആ മുന്തിരിപ്പഴത്തെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സ്വഹാബാ, പടച്ചു തമ്പുരാന്റെ സ്വർഗത്തിൽ കിടക്കുന്ന മുന്തിരിപ്പഴമുണ്ടല്ലോ, ആ മുന്തിരിപ്പഴം ദുനിയാവിലേക്ക് ഞാൻ കൊണ്ടുവന്നാൽ, ഈ ദുനിയാവിലേക്ക് ഞാൻ കൊണ്ടുവന്ന ഇവിടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ജനങ്ങളുണ്ടല്ലോ, ഇനി വരാനിരിക്കുന്ന ജനങ്ങളുണ്ടല്ലോ, പടച്ചവനെ കഴിഞ്ഞു പോയ ജനങ്ങളുണ്ടല്ലോ, ഇവരെല്ലാവരും ഇരുന്നിട്ട് തിന്നു തീർത്താലും സ്വർഗത്തിലൊരു മുന്തിരിപ്പഴക്കൊല പടച്ചവനെ തിന്നു തീർക്കാൻ കഴിയില്ലെന്നോ അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, സ്വർഗത്തിന്റെ വിസ്തൃതിയാ പറഞ്ഞത്, സ്വർഗത്തിന്റെ വിശാലമാ പറഞ്ഞത്. ഒരു മുന്തിരിപ്പഴത്തിന് പോലും അത്രയ്ക്കും അവിടെ നിന്ന് വലുപ്പമാണെങ്കിലോ ആ സ്വർഗത്തിന്റെ വലുപ്പം എന്താ? ആ സ്വർഗത്തിന്റെ ഉള്ളറയുടെ അവസ്ഥ എന്താണ്? ആ സ്വർഗമാ നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ സ്വർഗത്തിലാ നമ്മളൊക്കെ പോയിട്ട് കിടക്കേണ്ടത്, ആ സ്വർഗത്തിന്റെ ഉള്ളറയിൽ അനുഭൂതികളാ നമുക്കും വേണ്ടത്. പടച്ചവനെ, ദുനിയാവിന്റെ തൊയ്ക്കും മുകളിൽ നിസ്കരിക്കുന്നതും നോമ്പെടുക്കുന്നതും സക്കാത്ത് കൊടുക്കുന്നതും ആ പടച്ചുറപ്പിന്റെ സ്വതക്കയും ആ പിടിച്ചുറപ്പിന്റെ സ്വർഗം ലഭിക്കാനാണെങ്കിലോ എന്റെ പ്രിയപ്പെട്ട വാപ്പാ, നിസാര കാര്യങ്ങളും അത് സ്വർഗം നമുക്ക് നഷ്ടപ്പെടാൻ. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം ദുനിയാവിന്റെ തൊലിക്കുമുകളിലൂടെ കടന്നു പോകാൻ. ഇവിടെ നിന്ന് നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, നന്മകൾ ചെയ്യുന്നുണ്ടോ, എന്നാ പടച്ചുറപ്പിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ പടച്ചവനെ നന്മകളൊക്കെ മാറ്റിയിരിക്കുകയാ, നന്മകളൊക്കെ വെട്ടിയിരിക്കുകയാ. എന്തേ കാര്യമെന്നറിയോ? ദുനിയാവിൽ വെച്ചിട്ട് പടച്ചവനെ നിസാര കാര്യങ്ങളെ കൊണ്ട് തെറ്റുകൾ ചെയ്തവനാ. സൂക്ഷ്മത നഷ്ടപ്പെട്ടപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പടച്ചവനെ നന്മകളൊക്കെ മാറ്റിക്കളഞ്ഞിരിക്കുകയാ. ആ ഒരു അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും എത്തുന്ന അവസ്ഥയൊന്ന് നോക്ക്. അതുകൊണ്ട് പടച്ചു തമ്പുരാന്റെ ദുനിയാവിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങുന്ന വാപ്പാ, അമലുകൾ വേണം കേട്ടോ. പടച്ചുറപ്പിന്റെ മുമ്പിൽ അമലുകൾ വേണല്ലോ. എന്താ അമലുകൾ വേണ്ടതെന്നറിയോ? ഇൻഷാ അല്ലാഹ് നമുക്കത് പറഞ്ഞിട്ട് വേണം നമുക്ക് ദുആ ചെയ്യാൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗലോകത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയാണ്, സ്വഹാബ, ഞാൻ ഇന്നലെ അല്ലാഹുവിന്റെ സ്വർഗ്ഗം കണ്ടു. സ്വഹാബ, സ്വർഗ്ഗത്തിന്റെ അനുഭൂതികൾ അനുഗ്രഹങ്ങളിലൂടെ ഞാനും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ കടന്നുപോയി. ആ സമയത്ത് സ്വർഗ്ഗത്തിലൊരു മുന്തിരിത്തോട്ടത്തിലെത്തി. ആ മുന്തിരിപ്പഴം പറിക്കാൻ എൻ്റെ കൈ ഇങ്ങനെ ഉയർന്നു. റസൂലേ, പറിക്കല്ലെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. ഞാൻ അങ്ങനെ കൈ താത്തി പോന്നു. സ്വഹാബത്ത് ഇരുന്നിട്ട് പ്രിയമുള്ളവരെ കരയാ, അത് പറിച്ചിട്ട് കൊണ്ടുവരണ്ട നബിയെ, ഞങ്ങൾക്ക് കഴിക്കാമായിരുന്നില്ലേ? ജിബ്രീൽ പറഞ്ഞു, ദുനിയാവിൽ വെച്ചിട്ട് കഴിക്കാനുള്ളതല്ല, അത് അല്ലാഹുവിന്റെ അടുത്ത് വന്നിട്ട് കഴിക്കാനുള്ളതാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുന്നറിയിപ്പ് കൊടുത്തു. എന്റെ പ്രിയമുള്ളവരെ, ഇത് പറഞ്ഞിരിക്കുന്ന സമയത്ത് സ്വഹാബത്ത് കരച്ചിൽ നിർത്താൻ വേണ്ടി റസൂലുള്ള പറഞ്ഞു, ആ മുന്തിരിപ്പഴം തിന്ന് തീർക്കണമെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവിൽ ഇന്ന് ജീവിച്ചിരിപ്പുള്ളവരും വരാനിരിക്കുന്നവരും കഴിഞ്ഞു പോയവരൊക്കെ തിന്ന് തീർത്താലും തീരില്ല സ്വഹാബ. അപ്പോഴാണ് അത്ര കൊച്ചു കുട്ടികളെ പോലെ പരാതി പറഞ്ഞ് കരയുന്ന ആ സ്വഹാബത്തിന്റെ കരച്ചിൽ അവിടെ നിർത്തിയത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ ഓർമ്മപ്പെടുത്തുക. അപ്പോൾ ആ സ്വർഗത്തിൻ്റെ വിശാലതയൊന്ന് നോക്കൂ. ഒരു മുന്തിരിക്കൊലയുടെ വലുപ്പമാണ് പറഞ്ഞത്, മനസ്സിലായോ? ആ ഒരു സ്വർഗത്തിലെ വലുപ്പം എൻ്റെ പ്രിയമുള്ളവരെ, ആ സ്വർഗത്തിലെ അവസ്ഥയുണ്ട്. അള്ളാന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവിടുന്ന് പറയുന്ന ഒരു ഹദീസിൽ കാണാം. എൻ്റെ പ്രിയമുള്ളവരെ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരിക്കലും മഹാനായ ഒരു സ്വഹാബി ഓടി വന്നിട്ട് പറയാണ്, നബിയെ, എൻ്റെ വീട്ടിനകത്ത് എൻ്റെ വീടിൻ്റെ മുറ്റത്തൊരു ഈത്തപ്പഴ മരമുണ്ട്. ആ ഈത്തപ്പന മരം മറ്റൊരു മനുഷ്യൻ്റെതാ. എൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള ഈത്തപ്പഴ മരം മറ്റൊരാളുടേതാണ്. ആ ഒരു ഈത്തപ്പഴ മരം എൻ്റെ പ്രിയമുള്ളവരെ എനിക്ക് വില കൊടുത്തിട്ട് വാങ്ങിച്ചു തരുമോ? അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ സ്വഹാബി വന്നിട്ട് ഇത് ചോദിക്കുമ്പോൾ അള്ളാന്റെ റസൂലിന് വല്ലാത്ത സങ്കടമായി. പടച്ച റബ്ബേ, എങ്ങനെയാ കൊടുക്കാതിരിക്കുക, എങ്ങനെയാ മേടിച്ചു കൊടുക്കാതിരിക്കുക? എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരാതി പറയാ, എൻ്റെ കൊച്ചു കുട്ടികൾ മറ്റുള്ളവരുടേതല്ലേ, അത് എടുത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് പള്ളിയിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് എൻ്റെ മക്കൾ അത് എടുത്തിട്ട് കഴിച്ചിട്ടുണ്ടാകും. എൻ്റെ പ്രിയമുള്ളവരെ, അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വർഗത്തിന്റെ പടച്ച റബ്ബേ വിശാലതയെ കുറിച്ച് പറയുമ്പോൾ ഈ ചരിത്രമൊന്നും എൻ്റെ പ്രിയമുള്ളവരെ കേട്ടു നോക്കൂ. അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ട് അതാ ഒരു സ്വഹാബി പരാതി പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ വീടിന്റെ മുമ്പിൽ ഒരു ഈത്തപ്പന മരമുണ്ട് നബിയെ. ആ ഈത്തപ്പന മരത്തിന്റെ മുകളിൽ നിന്ന് ഈത്തപ്പഴം താഴെ വീഴുകയാ. എന്റെ പ്രിയപ്പെട്ട മക്കള് വിശപ്പ് കാരണത്താൽ അതെടുത്തിട്ട് കഴിക്കുകയാണ് നബിയെ. പടച്ചവനെ, ഞാൻ പല സമയത്ത് വീട്ടിലേക്ക് കടന്നു വരുമ്പോ എന്റെ മക്കളാ ഈത്തപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടോ? അവിടെ വായക്കകത്ത് നിന്ന് കൈയിട്ടിട്ട് ഛർദ്ദിച്ചിട്ട് പോലും ഞാൻ അത് വെളിയെ കളഞ്ഞിട്ടുണ്ടോ? അവിടെ കയ്യിൽ നിന്ന് മേടിച്ച് ഞാൻ വെളിയെ കളഞ്ഞിട്ടുണ്ടോ? കാരണം അത് ഞാൻ കഴിക്കുന്നത് അതിന്റെ ഉടമസ്ഥന് ഇഷ്ടമുണ്ടോ എന്നറിയില്ലല്ലോ. അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാ, നബിയെ, അതുകൊണ്ടാ ഈത്തപ്പന മരം എനിക്കൊന്ന് മേടിച്ചു തരുമോ? അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിക്കുകയാ, ആരതാ ഈത്തപ്പന മരമുള്ളത്, ആ തോട്ടം ആരുടേതാണെന്ന് അന്വേഷിക്കുമ്പോ പടച്ചവനെ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ പടച്ചവനെ ആ മനുഷ്യനെ കൊണ്ടുവരികയാണ്. ആ മനുഷ്യനുണ്ടല്ലോ ഒരു മുനാഫിഖാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിന്റെ ആ ഈത്തപ്പന തോട്ടത്തിലെ ഈത്തപ്പഴമുണ്ടല്ലോ, അതിന്റെ ആ ഈത്തപ്പന മരം നീ എനിക്ക് വിൽക്കണം. കാരണം എന്തെന്നറിയോ? ഇന്നാലിന്റെ വിഷയങ്ങൾ അതിനകത്തുണ്ട്. അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബോധ്യപ്പെടുത്തുകയാണ്. പടച്ചവനെ, ആ മനുഷ്യൻ പറയുന്നു, ഇല്ല ഇല്ല, എന്റെ ഈത്തപ്പന മരം ഞാൻ ഒരിക്കലും വിൽക്കില്ല. കാര്യം എന്തെന്നറിയോ? എന്റെ ഈത്തപ്പന തോട്ടത്തിലെ ഏറ്റവും ഫലഭൂട്ടമായ മരമാണത്, ഏറ്റവും നല്ല ഫലങ്ങൾ കായ്ക്കുന്ന മരമാണത്, അതുകൊണ്ട് ഞാൻ അത് വിൽക്കില്ല എന്ന് പറയുമ്പോ പടച്ചവനെ, അവിടുന്ന് റസൂലുള്ള ഒരുപാട് പറഞ്ഞിട്ട് പോലും ആ മനുഷ്യൻ കേൾക്കുന്നില്ല. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, നിനക്ക് അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ തരുന്ന ഈത്തപ്പന മരം എന്തെന്നറിയോ? നീ ആരൊറ്റ ഈത്തപ്പന മരം കൊടുത്താ നിനക്ക് റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ ഒരു ഈത്തപ്പന മരമുണ്ടോ? യസീറുർ റാകിബു ഫീ ളില്ലിഹാ മിഅതാം. നാളെ പടച്ചു തമ്പുരാൻ നിനക്ക് സ്വർഗ്ഗത്തിൽ നൽകുന്ന ഈത്തപ്പന മരമുണ്ടല്ലോ, പടച്ചവനെ, ഒരു വർഷം മുഴുവനും ആ ഈത്തപ്പന മരത്തിന്റെ ചോട്ടിലൂടെ നീ കടന്നു പോയാൽ അല്ലാഹുവേ പടച്ചവനെ, അതിന്റെ ഒരു തലക്ക് നിന്ന് ഒരു തലക്കേക്ക് എത്താൻ കഴിയുകയുള്ളൂ. എങ്ങനെയാ കടന്നു പോകേണ്ടതെന്നറിയോ? ഒരു വാഹനപ്പുറത്ത് സഞ്ചരിക്കുന്നതിന്റെ അവസ്ഥയാ റസൂലുള്ള പറഞ്ഞത്. അത് പറഞ്ഞിട്ട് പോലും ഈ മനുഷ്യനത് കേൾക്കുന്നില്ല. ആ സദസ്സ് നിന്ന് എണീക്കുകയാണ് മഹാനായ അബൂ ദഅദ റളിയല്ലാഹു തആല അൻഹു. അവിടുന്ന് പറയുന്നു, ചെറുപ്പക്കാരാ,
നിന്റെ ആ ഈത്തപ്പന തോട്ടമുണ്ടല്ലോ, നിന്റെ ആ തോട്ടത്തിലെ ഈത്തപ്പന മരം നീ എനിക്ക് വിൽക്കണേ പടച്ചവനെ, അത് എനിക്ക് വേണമെന്ന് അബൂദഹദാ തങ്ങൾ പറയുമ്പോ അതാ മുനാഫിക്കായ മനുഷ്യൻ അവിടെ നിന്ന് പറയുന്നു, എനിക്കതിന്റെ പകരം എന്താ നീ തരുന്നത്? മഹാനവറുകൾ പറയുന്നു, നീ എന്ത് ചോദിച്ചോ, നീ ചോദിക്കുന്നത് ഞാൻ തരുമല്ലോ. അതാ പടച്ചവനെ, ആ മനുഷ്യൻ ചോദിച്ച കാര്യം എന്തെന്നറിയോ? നിന്റെ ഏറ്റവും കൂടുതൽ എല്ലാവരും ആഗ്രഹിക്കുന്ന വളരെയധികം ഫലഭൂട്ടമായ ഈത്തപ്പന തോട്ടങ്ങളുണ്ട്. 600 മരങ്ങളുള്ള ഒരു ഈത്തപ്പന തോട്ടം നിനക്കുണ്ട്. ആ തോട്ടത്തിന്റെ നടുവിൽ കൊട്ടാര സമാനമായ നിന്റെ വീടുണ്ട്. അതെല്ലാം നീ എനിക്ക് നൽകുമോ? ഈ ഒരു ഈത്തപ്പന മരം ഞാൻ നിനക്ക് നൽകാം. അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിയായ അബൂദഹദാ തങ്ങൾ പറയുന്നു, നീ എടുത്തോ, എനിക്കത് വേണ്ട, എനിക്കത് വേണ്ട, നീ എന്റെ സ്വത്ത് മുഴുവനും നീ എടുത്തോ, പകരം നീ എനിക്കൊരൊറ്റ ഈത്തപ്പന മരം തരണമെന്ന് അതാ മഹാനായ സ്വഹാബി അവിടെ നിന്ന് പറയുമ്പോ പടച്ചവനെ, ഈ മനുഷ്യൻ അവിടെ നിന്നതാ ആ ഒരൊറ്റ ഈത്തപ്പന മരം അബൂദഹദാ തങ്ങൾക്ക് കൊടുക്കുകയാണ്. കച്ചവടം കഴിയുകയാ. അള്ളാന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് അതാ അബൂദഹദാ തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ്, നിങ്ങളാ പറഞ്ഞ ഈത്തപ്പന തോട്ടമുണ്ടോ? ആ ഒരൊറ്റ ഈത്തപ്പന മരമുണ്ടല്ലോ, പടച്ചവനെ, ഒരു വർഷം നടന്നാൽ വാഹനപ്പുറത്ത് സഞ്ചരിച്ചാലാ ഒരു തലക്ക് നിന്ന് മറ്റേ തലക്കേക്ക് എത്താൻ കഴിയുന്നതെന്ന് പറഞ്ഞല്ലോ. അങ്ങനത്തെ ആ ഈത്തപ്പന തോട്ടം, ആ ഒരൊറ്റ ഈത്തപ്പന മരമുണ്ടല്ലോ, അത് നിങ്ങൾ എനിക്ക് തരുവോ യാ റസൂലല്ലാഹ്? അത് എനിക്കുണ്ടോ നബിയേ? പടച്ചവനെ, ഇതങ്ങ് പറയേണ്ട താമസം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇല്ല സ്വഹാബാ, നിനക്കാ ഈത്തപ്പന മരമല്ല ഉള്ളത്, നിനക്കാ ഈത്തപ്പന മരമല്ല ഉള്ളത്. കാരണം നിനക്ക് പകരം അല്ലാഹു തആല നൽകുന്ന ഈത്തപ്പന മരം ഏതെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, അങ്ങനത്തെ ഒരു തോട്ടവാ നിനക്കുള്ളത്, അങ്ങനത്തെ ഒരു തോട്ടവാ നിനക്കുള്ളത്. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ആ ഈത്തപ്പന തോട്ടത്തില് പടച്ചവനെ, എത്രത്തോളമാണ് അതിനകത്തുള്ള മരമെന്ന് എനിക്ക് പോലും അറിയില്ല സ്വഹാബാ, എനിക്ക് പോലും അറിയില്ല സ്വഹാബാ. പടച്ചവനെ, സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അതാ അവിടുന്ന് മഹാനായ അബൂദഹദാ തങ്ങൾ പറയുമ്പോ പടച്ചവനെ, റസൂലുള്ളാഹി അവിടുന്ന് ഇത്രയ്ക്കും വലിയ ഓഫർ കൊടുക്കുമ്പോ അതാ ഈത്തപ്പന മരത്തിന്റെ വലുപ്പമെന്ന് നോക്ക്, ആ ഈത്തപ്പന മരത്തിന്റെ വലുപ്പമെന്ന് നോക്ക്, അതിന്റെ വിശാലതയെന്ന് നോക്ക്. വാഹനപ്പുറത്തൊരു വർഷം നടന്നാലാണ് ഒരു തലയിൽ നിന്ന് മറ്റേ തലയിലേക്ക് എത്താൻ കഴിയുന്നത്. ഒരൊറ്റ മരത്തിന്റെ വിശാലത അത്രയാ. അപ്പൊ സ്വർഗത്തിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്ക്. മഹാനായ അബൂദഹദാ തങ്ങൾ പറഞ്ഞു ആ ചങ്ങാതിയോട്, നിന്റെ ഈത്തപ്പന തോട്ടം എനിക്ക് താ, എനിക്ക് കൊണ്ടാ, എനിക്ക് വേണം നിന്റെ ഈത്തപ്പന മരം, എനിക്ക് വേണം ആ ഒരൊറ്റ മരം. നീ എന്താണ് ചോദിക്കുന്നത്? ആ ചോദിക്കുന്നത് മുഴുവനും ഞാൻ നിനക്ക് തരും. അബൂദഹദാ റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയമുള്ളവരെ, ഇത് പറയുമ്പോ അദ്ദേഹം പറഞ്ഞു, നീ എനിക്ക് തരണം 600 മരങ്ങളുള്ള ഏറ്റവും ഫലഭൂഷ്ടിയുള്ള നിന്റെ ഈത്തപ്പന തോട്ടമുണ്ടല്ലോ, ആ ഈത്തപ്പന തോട്ടം എനിക്ക് നീ വിൽക്ക്. മാത്രല്ല, അതിന്റെ ഉള്ളറയിലുള്ള ഒരു കൊട്ടാര സമാനമായ നിന്റെ വീടുണ്ടല്ലോ, അത് നീ എനിക്ക് കൊണ്ട, ഈ ഒരൊറ്റ ഈത്തപ്പന മരം നിനക്ക് ഞാൻ നൽകാം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, എന്റെ പ്രിയമുള്ളവരെ, ഇതങ്ങ് പറയേണ്ട താമസം, ഇതങ്ങ് പറയേണ്ട താമസം എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി അത്ഭുതപ്പെട്ടു പോയി. അല്ലാഹുവേ, അബൂദഹദാ തങ്ങൾ ആ ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് തന്റെ സമ്പത്ത് മുഴുവനും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, കൊണ്ടടാ, കൊണ്ട. എന്നിട്ട് അവിടുന്ന് സ്വർഗത്തിൽ എന്റെ പ്രിയമുള്ളവരെ ഒരു തോട്ടം വാങ്ങി. ദുനിയാവിലെ തോട്ടം കൊടുത്തിട്ട് സ്വർഗത്തിൽ അതിലും ഇരട്ടിയായിട്ടുള്ള ഒരു തോട്ടം വാങ്ങി. ഒരൊറ്റ മരത്തിന്റെ അവസ്ഥ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു തലയിൽ നിന്ന് മറ്റേ തലയിലേക്ക് എത്തണമെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ ഒരു വർഷം വാഹനപ്പുറത്ത് സഞ്ചരിക്കണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഒരൊറ്റ വർഷം സഞ്ചരിച്ചാലേ ഒരു തലയിൽ നിന്ന് മറ്റേ തലയിലേക്ക് എത്താൻ കഴിയൂ. പടച്ചോനെ, എന്നാലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ അവസ്ഥ. അങ്ങനത്തെ ഒരു ഈത്തപ്പന മരമാണ് അബൂദഹദാഹ് തങ്ങൾക്ക് പടച്ച തമ്പുരാന്റെ സ്വർഗത്തിലുള്ളത് എന്ന് അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനത്തെ ഒരു തോട്ടം, ആ തോട്ടത്തിലുള്ള എത്രത്തോളം ഈത്തപ്പന മരമുണ്ട് എന്ന് എനിക്ക് പോലും എണ്ണിയാൻ അറിയില്ല സഹാബ എന്ന് അള്ളാന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് അതുപോലത്തെ അനുഗ്രഹം അള്ളാഹു നമുക്ക് നൽകട്ടെ അല്ലെ. ദുനിയാവിലുള്ളത് കൊടുത്തോ, ദുനിയാവിലുള്ളത് പാവങ്ങൾക്ക് കൊടുക്ക്, ആവശ്യമുള്ളവർക്ക് കൊടുക്ക്, ആവശ്യമില്ലാത്തവർക്ക് കൊടുത്തിട്ട് കാര്യമല്ല. ആവശ്യങ്ങൾ ഉള്ളവർക്ക്, കുടുങ്ങുന്നവരെ കണ്ടു കൊടുക്ക്. അള്ളാഹു തആല നൽകും. അള്ളാഹു നൽകട്ടെ. ഒരു 3 സ്വലാത്ത് ചൊല്ല്. അള്ളാഹു ഈ സ്വലാത്ത് ചൊല്ലുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് ആ പരിശുദ്ധ സ്വർഗം അള്ളാഹു നൽകട്ടെ. ചൊല്ല് സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം വസല്ലി അലാ ജമീൽ അംബിയാ വൽ മുർസലീൻ. എൻ്റെ പ്രിയമുള്ളവരെ, ആ സ്വർഗത്തിന്റെ ഉള്ളറയിൽ കിടക്കാൻ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം. സ്വർഗത്തിന്റെ ഉള്ളറയിൽ കിടക്കണം പടച്ചവനെ, സ്വർഗത്തിന്റെ ഉള്ളറയിൽ കിടക്കണം, നന്മകളൊക്കെ അല്ലാഹു തആല കബൂലാക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കടന്നു പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട വാപ്പമാരോട്, ഉമ്മമാരോട് പറയാ, അള്ളാന്റെ പരിശുദ്ധമായ സ്വർഗം നമുക്ക് വേണോ? ആ സ്വർഗത്തിന്റെ ഉള്ളറയിൽ എനിക്കും നിങ്ങൾക്കും കടക്കാൻ പടച്ചവനെ ഓരോ നന്മകളും ദുനിയാവിന്റെ തൊലിക്കുമുകളിൽ ഞാനും നിങ്ങളും ചെയ്തു കൂട്ടുമ്പോൾ, അതാ നമസ്കരിക്കുന്നതും നോമ്പെടുക്കുന്നതും സക്കാത്ത് കൊടുക്കുന്നതും പാപങ്ങളെ സഹായിക്കുന്നതും പടച്ചവനെ എല്ലാ ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലുന്നത് ദുനിയാവിന്റെ തൊലിക്കുമുകളിലൂടെ കടന്നു പോകുമ്പോ ദിക്റിന്റെ മജ്ലിസ് കണ്ടാൽ പടച്ചവനെ അവിടെ കയറിയിരിക്കുന്നത്, സ്വലാത്തിന്റെ മജ്ലിസ് കണ്ടാൽ, വഅദിന്റെ മജ്ലിസ് കണ്ടാ പോയിരിക്കുന്നത്, പടച്ചവനെ ദുനിയാവിൽ നിന്ന് തന്നെ എല്ലാ നന്മകളും ചെയ്യുന്നത് ആ പടച്ച തമ്പുരാന്റെ പരലോകത്തുള്ള സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്. ആ സ്വർഗത്തിന്റെ ഉള്ളറയിൽ കിടക്കാനാണല്ലോ. എന്നാ സ്വർഗത്തിന്റെ ഉള്ളറയിൽ കിടക്കണോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ അവിടുന്ന് എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരാം. അതാ മഹാനായ റബീഅത്ത് ഇബ്നുൽ ഖഅബ് അസ്ലമി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവരാ. റസൂലുള്ളാഹിക്ക് തിരിച്ചും അങ്ങനെ തന്നെയാ. വല്ലാത്ത സ്നേഹമായിരുന്നു, വല്ലാത്ത ബന്ധമായിരുന്നു. മഹാനവറുകൾ ഒരിക്കൽ റസൂലുള്ളാഹിന്റെ കൂടെ ഒരു യാത്രക്ക് പടച്ച റബ്ബേ അവസരം ലഭിക്കുകയോ, റസൂലുള്ളാഹിന്റെ കൂടെ യാത്ര ചെയ്യുകയാണ്. ഒരു താമസ സ്ഥലത്ത് എത്തി റസൂലുള്ള വിശ്രമിക്കാനിരിക്കുകയാണ്. പാതിരാ സമയമായി. റസൂലുള്ള തഹജ്ജുദിന് എണീക്കുമല്ലോ. പടച്ചവനെ, റസൂലുള്ള ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. വല്ലാത്ത തണുപ്പുള്ള രാത്രിയാ. മഹാനായ റബീഅ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ അതാ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുന്ന് നോക്കുമ്പോ റസൂലുള്ള വല്ലാത്ത ഉറക്കത്തിലാണ്. മഹാനവറുകൾക്കറിയാം റസൂലുള്ള തഹജ്ജുദിന് എണീക്കുമല്ലോ, രാത്രി സമയത്ത് എണീക്കുമല്ലോ. പച്ചവെള്ളമാണെങ്കിൽ പടച്ചവനെ വല്ലാത്ത തണുപ്പാണ്, വല്ലാത്ത തണുപ്പാണ്. റസൂലുള്ളാഹിക്ക് അവിടുന്ന് വുദൂ ചെയ്യാൻ പടച്ചവനെ വെള്ളം വേണമല്ലോ. ഇതുകൊണ്ട് വുദൂ ചെയ്യാൻ റസൂലുള്ളാഹിക്ക് പ്രയാസമാ. അത്രയ്ക്കും കൊടും തണുപ്പാ.
അതാവിടുന്ന് മഹാനവരുകൾ എന്ത് ചെയ്തെന്നറിയോ? പടച്ചവനെ, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോ അവിടെ നിന്നതാ വെള്ളം ചൂടാക്കുകയാണ്. അവിടെ നിന്ന് വെള്ളം ചൂടാക്കുകയാ. റസൂലുള്ളാഹി എപ്പോഴാ വരുന്നതെന്നും കാത്തിട്ട് മഹാനായ റബീഅത്ത് ഇബ്നു ഖഅബ് അസ്ലമി റളിയല്ലാഹു തആല അൻഹു അതാ റസൂലുള്ളാഹിന്റെ ചാരത്ത് നിൽക്കുകയാ. വീടിന്റെ റൂമിന്റെ ചാരത്ത് ഇങ്ങനെ നിൽക്കുകയാ. അതാ പടച്ചവനെ, പാതിരാ സമയത്തിന്റെ പകുതിയായപ്പോ അതാ കടന്നു വരുന്നു ഹബീബായ നബി തങ്ങള്. എന്തിനാ കടന്നു വരുന്നത്? വുദൂ ചെയ്യാൻ വേണ്ടി കടന്നു വരികയാണ്. അതാ പടച്ചവനെ, തണുപ്പുള്ള രാത്രിയല്ലേ, വല്ലാത്ത പ്രയാസമുള്ള സമയമല്ലേ. അവിടുന്ന് പടച്ചവനെ നോക്കുമ്പോ റബീഅ റളിയല്ലാഹു തആല അൻഹു അതാ ചുടുവെള്ളം എടുത്തിട്ട് റസൂലുള്ളാഹിന്റെ കയ്യിലേക്ക് നീട്ടുകയാ. അതാ റസൂലുള്ളാഹി അത്ഭുതപ്പെടുകയാ. എന്റെ ഈ സമയത്തോ ആരാ റബ്ബേ ഈ ചുടുവെള്ളം ഉണ്ടാക്കിയത്? എങ്ങനെയാ ഇത് ഉണ്ടാക്കിയതെന്നറിയോ? റസൂലുള്ളാഹിക്ക് വല്ലാത്ത അത്ഭുതമായി. വല്ലാതെ പ്രയാസപ്പെട്ടാണല്ലോ ഇത് ഉണ്ടാക്കാൻ ഈ സമയത്ത് കഴിയുക. റസൂലുള്ളാഹിക്ക് വല്ലാത്ത അത്ഭുതമായി. പടച്ചവനെ, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ അവിടുന്ന് റബീഅ തങ്ങളോട് ചോദിക്കുന്നു, റബീഅ, നിനക്ക് എന്ത് വേണമെന്ന് പറയണേ റബീഅ, നിനക്ക് എന്ത് വേണമെന്ന് പറയണേ റബീഅ. ഈ ദുനിയാവിൽ നിനക്ക് പണം വേണോ? നിനക്ക് ഭക്ഷണം വേണോ? നിനക്ക് വീട് വേണോ? നിനക്ക് സമ്പത്ത് വേണോ? എന്ത് വേണമെങ്കിലും ചോദിച്ചോ. ഈ സമയത്ത് നീ എന്ത് എന്നോട് ചോദിച്ചാലും ഈ സമയത്ത് ഞാൻ നിനക്കത് തരും റബീഅ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പടച്ചവനെ റബീഅ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, എനിക്കൊന്നും വേണ്ട നബിയേ. ദുനിയാവിലേത് പണമോ സമ്പത്തോ അധികാരമോ പവറോ വീടോ വാഹനമോ എനിക്കൊന്നും വേണ്ട നബിയേ. അസ്അലുക മുറാഫതക ഫിൽ ജന്നാ, നബിയേ സ്വർഗ്ഗത്തിൽ അങ്ങയുടെ കൂടെ എനിക്ക് നടന്നാ മതി നബിയേ. സ്വർഗ്ഗത്തിൽ അങ്ങയുടെ കൂടെ ഒന്ന് നടക്കണം നബിയേ, അത് എനിക്ക് ആഗ്രഹമുള്ളൂ. അതുകൊണ്ട് അങ്ങയുടെ കൂടെ ഒന്ന് എന്നെ നടത്തുവോ നബിയേ. പടച്ചവനെ, മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതാ റബീഅത്ത് ഇബ്നു ഖഅബ് അസ്ലമി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ സ്വർഗമെന്ന് പറഞ്ഞാൽ അങ്ങനെയാ. എല്ലാവരും കൊതിക്കുന്നതാ, എല്ലാവരും ആഗ്രഹിക്കുന്നതാ. സ്വർഗത്തിന്റെ അനുഭൂതികളാ എല്ലാവരും ആഗ്രഹിക്കുന്നത്. പടച്ചവനിൽ വിശ്വാസമുള്ളവനും ഇല്ലാത്തവനും പറയുന്നതും സ്വർഗത്തിന്റെ കഥകളാണ്, ആ സ്വർഗത്തിന്റെ അനുഭൂതികളാണ്. പടച്ചവനെ, അവിടെ നിസ്കരിക്കണ്ട, നോമ്പെടുക്കണ്ട, സക്കാത്ത് കൊടുക്കണ്ട, ഹജ്ജ് ചെയ്യണ്ട, ദുനിയാവിൽ വെച്ചിട്ട് പടച്ചവനെ ചെയ്യുന്ന നന്മകളൊന്നും ചെയ്യണ്ട. അവിടെ എല്ലാ അനുഭൂതികളും അല്ലാഹു തആല നമുക്ക് നൽകുകയാണല്ലോ. എല്ലാവർക്കും യൂസുഫ് നബിയുടെ സൗന്ദര്യമാണ്, എല്ലാവർക്കും 33 വയസ്സാണ്. അങ്ങനെയാ സ്വർഗത്തിന്റെ ഉള്ളറയിൽ എല്ലാവരും ഉള്ളത്. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടു പാടാൻ തോഴിമാർ വരവുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മടിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്കു നീയൊരു പാസുതാമന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാ ഹന്നാനേ. ആ സ്വർഗത്തിന്റെ ഉള്ളറയെ കുറിച്ചാ പറയുന്നത്. മോനെ, മുന്തിരിപ്പഴമുണ്ട്, റുമ്മാൻ
റംബൂട്ടാനുണ്ട്, കദളിപ്പഴമുണ്ട്, ദുനിയാവിൽ ലഭിക്കാത്ത ഒരുപാട് സൗന്ദര്യങ്ങളും സൗകര്യങ്ങളും പഴങ്ങളും പാനീയങ്ങളും ഭക്ഷണങ്ങളും ഉണ്ട്. ഈ ദുനിയാവിലുള്ളതൊക്കെ ഡ്യൂപ്ലിക്കേറ്റാ, അള്ളാന്റെ സ്വർഗത്തിലുള്ളതാ ഒറിജിനല്. പരലോകത്തിന്റെ എല്ലാത്തിന്റെയും ഡ്യൂപ്ലിയാ ഭൂമിയിലുള്ളത്. ഈ ഭൂമിയിൽ തന്നെ നമുക്ക് ഒറിജിനലും കാണാം, ഡ്യൂപ്ലിക്കേറ്റും കാണാം. എന്നാ പടച്ചവനെ പരലോകത്തുള്ളത് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ക്വാളിറ്റി ഉള്ളതിന്റെയും പടച്ചവനെ ഒറിജിനലാണ്. മോനെ അവിടെ താരാട്ടു പാടാട്ടാൻ ആളുകളുണ്ട്, നിനക്ക് കൈമുട്ടി പാട്ടു പാടിത്തരാൻ ആളുകളുണ്ട്. അതിന്റെ മണിയില്ല, അതിലേക്കുള്ള കാശ് ആരെടുത്തെന്നറിയോ? അത് പടച്ചു തമ്പുരാന്റെ അടുത്താണ്. ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ക്യാഷ്, അതിനുള്ള മണി ആരെടുത്താ? എന്റെ അടുത്തില്ല റബ്ബേ, അത് നിന്റെ പക്കല. അതുകൊണ്ടാ മഹാനായ തലവ ഉസ്താദ് അവിടെ നിന്ന് പാടിയത്, മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. എന്തൊരു വരിയാണല്ലേ. അതിലേക്ക് നീ ഒരു പാസ് താ മന്നാനെ, അത് നിന്റെ പക്കൽ മാത്രമാ ഹന്നാനെ. എന്റെ പ്രിയമുള്ളവരെ, എന്നാൽ ആ സ്വർഗത്തിന്റെ ഉള്ളറയിലേക്ക് കടക്കാൻ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, എന്റെ പ്രിയമുള്ളവരെ, മഹാനായ പടച്ചവനെ റബീഅത്ത് ബിൻ ഖഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയോ? ഫഅനി അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്. പടച്ച തമ്പുരാന്റെ മുമ്പിൽ സുജൂദ് അധികരിപ്പിക്ക. ഉമ്മ സ്വർഗം വേണോ? അള്ളാന്റെ സ്വർഗം നിനക്ക് വെറുതെ കിട്ടുമെന്ന് നീ മോഹിക്കണ്ട. പടച്ച തമ്പുരാന്റെ സ്വർഗം നമുക്ക് വെറുതെ തരാനുള്ളതല്ല. ആ സ്വർഗത്തിന്റെ ഉള്ളറ ആഗ്രഹിക്കുമ്പോ, ആ സ്വർഗത്തിന്റെ മണിമന്ദിരങ്ങളെ മണിമാളികകൾ നമ്മൾ ആഗ്രഹിക്കുമ്പോ, സ്വർഗം വേണമെന്ന് പാതിരാ സമയത്തിന്റെ നിശബ്ദതയിൽ പോലും പടച്ചവനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ, എല്ലാം അവിടുന്ന് ചോദിക്കുമ്പോ, നിസ്കരിക്കുന്നതും നോമ്പെടുക്കുന്നതും സക്കാത്ത് ചെയ്യുന്നതും എല്ലാ നന്മകളും ചെയ്യുന്നത് എന്തിനാ എന്നവിടുന്ന് ചോദിക്കുമ്പോ നമ്മളൊക്കെ പറയുമല്ലോ, ഉസ്താദേ അവിടുന്ന് നിസ്കരിക്കുന്നത് നന്മ ചെയ്യുന്നത് സ്വർഗത്തിനാ, എല്ലാ നന്മകളും സ്വർഗത്തിനാ. എന്നാൽ ആ സ്വർഗം വെറുതെ കിട്ടില്ലല്ലോ, ആ സ്വർഗം വെറുതെ ലഭിക്കില്ലല്ലോ. ആ സ്വർഗം നമുക്ക് ലഭിക്കണോ? ഉമ്മ സുജൂദിൽ കിടന്നിട്ട് അള്ളാനോട് ചോദിക്ക്. അല്ലാഹു തആല പരിശുദ്ധമായ സ്വർഗം തരണമെങ്കിൽ അള്ളാന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, സ്വഹാബ നിനക്ക് സ്വർഗം വേണോ? എന്നാൽ ആ സ്വർഗത്തിന് വേണ്ടി സുജൂദിൽ കിടന്നിട്ട് അള്ളാഹിനോട് നീ ഒന്ന് ചോദിക്ക്. അള്ളാഹുവിനോട് നീ ചോദിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് സ്വർഗം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രിയമുള്ളവരെ ഉറപ്പ് തന്നിരിക്കുക. അതുകൊണ്ട് സ്വർഗം വേണോ? സ്വർഗം വേണോ? ആ സ്വർഗം വേണമെങ്കിൽ ചോദിക്കണം അള്ളാഹുവിനോട്. എങ്ങനെ ചോദിക്കണം? സുജൂദിൽ കിടക്കണം. അവിടുന്ന് സുജൂദി കിടക്കണം. എന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാതിരാ സമയത്തിന്റെ നിശബ്ദതയിൽ അള്ളാഹിനെ വിളിച്ചിട്ട് ചോദിക്കണം, പടച്ചോനെ നീ എനിക്ക് കൊണ്ട അല്ലാഹ്, എന്തുകൊണ്ടാ ആ സ്വർഗം നീ എനിക്ക് കൊണ്ട അല്ലാഹ്? വിനയത്തോടെ അള്ളാഹിനോട് ചോദിക്ക്. അല്ലാഹു തആല സ്വർഗം തരും. അതിൻ്റെ വഴിയിൽ അല്ലാഹു തആല നമ്മെ ഇവിടെ അതിനുള്ള വഴിയാക്കി നമ്മളെ വാർത്തു തരും. എൻ്റെ പ്രിയമുള്ളവരെ, ആ സ്വർഗം നമുക്കതുപോലെ വെറുതെ കിട്ടില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ സ്വർഗത്തിൽ കിടക്കാൻ എൻ്റെ പ്രിയമുള്ളവരെ അവിടുന്ന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് നമുക്ക് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല റസൂലുള്ളാഹിയോട് വല്ലാത്ത സ്നേഹമായിരുന്നു മഹാനവറുകൾക്ക്. മഹാനവറുകൾ തൻ്റെ മകന് കൊടുത്ത ഉപദേശമുണ്ട്. തൻ്റെ മകന് കൊടുത്തൊരു ഉപദേശമുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ആ ഉപദേശം പറഞ്ഞിട്ട് ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അത് കേൾക്കൂലേ? നമ്മളിത് ജീവിതത്തിൽ പകർത്തണം. നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിലും എൻ്റെ പ്രിയമുള്ളവരെ ഇതുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവിടുന്ന് ഈ ഹദീസ് പറയുമ്പോൾ ഈ ഒരൊറ്റ വാക്യങ്ങൾ കാണുമ്പോൾ നമുക്ക് കാണാം ഇതിനെ രേഖപ്പെടുത്തിയത്. നസീഹത്തു മിൻ ദഹബിൻ, വെള്ളിയാൽ സ്വർണ്ണത്താലുള്ള, നമ്മൾ പറയാം സ്വർണം കൊണ്ട് ഉല്ലേഖനം ചെയ്യപ്പെട്ട വാക്കുകൾ എന്ന് പറയുമല്ലോ അല്ലെ, എന്ന പോലെ തന്നെയാണ് ഇതിന്റെ പ്രിയമുള്ളവരെ മഹാന്മാർ ഈ ഒരു വാക്യത്തെ അവിടുന്ന് സൂചിപ്പിച്ചത്.
അങ്ങനെയാണ് ഈ വാക്യത്തെ കുറിച്ചിട്ട് അവിടുന്ന് പറഞ്ഞത്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ അവിടുന്ന് പറയുകയാ, തന്റെ പ്രിയപ്പെട്ട മകന് കൊടുക്കുന്ന ഓരോ ഉപദേശങ്ങളോ അതാ ഇന്ന് പടച്ചവനെ ഉപദേശം കേൾക്കാൻ ആർക്കും താല്പര്യമില്ല. നമ്മുടെ മക്കളോട് വിളിച്ചിട്ട് പടച്ചവനെ ഉപദേശം നടത്തി നോക്ക്. അവര് പറയും അതൊക്കെ ഞങ്ങൾക്ക് അറിയുന്നതാ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, അതൊക്കെ ഞങ്ങൾ ഒരുപാട് കേട്ടതാണ്. വേണമെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മക്കൾ തിരിച്ചിട്ട് നമുക്ക് പറഞ്ഞു തരുമല്ലോ. അത്രത്തോളം അറിവും പക്വതയും ഒക്കെ പടച്ചവനെ നമ്മുടെ മക്കൾക്കുണ്ട്. എന്നാലും ഇൽമ് കേൾക്കാൻ, പടച്ചവനെ പക്വതയോടെ കൂടെയുള്ള കാര്യങ്ങൾ കേൾക്കാൻ, അല്ലാഹുവേ ഹദീസ് കേൾക്കാൻ, നന്മ കേൾക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്കാർക്കും അവിടുന്ന് മനസ്സില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു അതാ തന്റെ പ്രിയപ്പെട്ട പൊന്നുമകന് കൊടുക്കുന്ന ഉപദേശം എന്തെന്നറിയോ? അല്ലാഹുവേ ഒന്നാമതായിട്ട് പറയുകയാ, ഇന്നഹു മൻ യർഹം യുർഹം. മോനെ, ദുനിയാവിൽ വെച്ചിട്ട് ആരാ കരുണ കാണിക്കുന്നത്? ദുനിയാവിൽ വെച്ചിട്ട് ആരാ കരുണ കാണിക്കുന്നത്? ദയയുള്ളവനാരാ? ഈ ദുനിയാവില് പാവങ്ങളോട് സ്നേഹിക്കുക കാണിക്കുന്നവരാരാ? പാവങ്ങളോട് കരുണ കാണിക്കുന്നതാരാ? മൃഗങ്ങളോട് കരുണ കാണിക്കുന്നവരാരാ? പക്ഷികളോട് കരുണ കാണിക്കുന്നവരാരോ? അങ്ങനെ കരുണ കാണിച്ച് സഹായിച്ച് സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ടല്ലോ. നാളെ പടച്ചു തമ്പുരാൻ അവരോടെ കരുണ കാണിക്കുകയുള്ളൂ, അവരിലേക്ക് അല്ലാഹു തആല നോക്കുകയുള്ളൂ എന്ന് അതാ പടച്ചവനെ മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ അവിടെ നിന്ന് ഉപദേശം കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് കൊണ്ട് നടക്കേണ്ട കാര്യമാണല്ലോ. അല്ലാഹുവേ, നമ്മൾ മുൻ വൈരാഗ്യങ്ങൾ വെച്ചിട്ടോ, പല പല സമയങ്ങളിലുള്ള വൈരാഗ്യങ്ങൾ വെച്ചിട്ടോ, മറ്റുള്ളവർ പറയുന്നതും കേൾക്കുന്നതും പടച്ചവനെ വല്ലാത്ത മോശപ്പെട്ട കാര്യങ്ങളാണല്ലോ. അതാ അവിടെ നിന്ന് മഹാനവറുകൾ പറയുകയാ, പടച്ചുറപ്പിന്റെ കരുണ നിനക്ക് വേണോ? അള്ളാന്റെ കാരുണ്യം നിനക്ക് വേണോ? അള്ളാന്റെ ദയ നിനക്ക് വേണോ? അത് നിനക്ക് വേണമെങ്കിലോ ഈ ഭൂമിയിലുള്ളവരോട് നീ കരുണ കാണിക്കണമെന്നോ മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു എന്താ പറഞ്ഞേ? നിനക്ക് അല്ലാഹുവിന്റെ കരുണ വേണമെങ്കിൽ ഈ ഭൂമിയിലുള്ളവരോട് നീ കരുണ ചെയ്യുന്ന മഹാനവറുകൾ പഠിപ്പിക്കാം. വെറുതെ നിനക്ക് കരുണ, അള്ളാന്റെ സ്വർഗം കിട്ടുമോ? വെറുതെ കിട്ടുമോ? ഇല്ല. റബ്ബിന്റെ കരുണ, റബ്ബിന്റെ പരലോകത്ത് വരുമ്പോ ആ റബ്ബിന്റെ കരുണയില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ കരുണയില്ലെങ്കിൽ അള്ളാന്റെ സ്വർഗത്തിൽ പോലും കടക്കാൻ കഴിയില്ല. കുറെ നന്മ ചെയ്തു, എല്ലാം ചെയ്തു, പക്ഷെ അള്ളാന്റെ കരുണ കിട്ടിയിട്ടില്ല എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, ആ റബ്ബിന്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ പോലും എനിക്കും നിങ്ങൾക്കും കയറാൻ കഴിയില്ല, അവകാശം കിട്ടൂല. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ കടക്കണം, നരകം വേണ്ട ഉസ്താദേ, സങ്കടത്തോടു കൂടെ നമ്മളൊക്കെ പറയും. എങ്ങനെ പറഞ്ഞിട്ടെന്താടാ? എങ്ങനെ പറഞ്ഞിട്ടെന്താ? മറ്റുള്ള അയൽവാസിയോടൊക്കെ നീ പെരുമാറുന്ന അവസ്ഥ എന്താ? ഈ അടുത്തൊരു ചങ്ങാതി, എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് പറയണം, ഉസ്താദേ, എൻ്റെ വീടിന്റെ തൊട്ടടുത്ത് വലിയ ഒരു പണക്കാരനുണ്ട്, അവരൊക്കെ ജീവിച്ചത് ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാ. ഇപ്പോ അവന് അത്യാവശ്യം പടച്ച റബ്ബ് സമ്പത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഞാനും എൻ്റെ കുടുംബവും പാർക്കുന്ന സ്ഥലം അവനിക്ക് കിട്ടണം. അവന്റെ ആ വലിയ വീടിന് ഞങ്ങളുടെ വീടൊരു തടസ്സമാണ്. അപ്പൊ ആ മുന്നിലുള്ള സ്ഥലം അവനക്ക് കിട്ടണം. അപ്പൊ അവന് പല ആളുകളോടും പറയണം, അവരുടെ അടുത്ത് വിറ്റിട്ട് അവിടുന്ന് പോകാൻ പറ എന്നെന്ത് ചെയ്യാനത്തിലെ പറയാണ്. പടച്ച റബ്ബ് എന്ന് ആലോചിച്ച് നോക്കുന്നു. സ്വന്തം മുമ്പിൽ കിടക്കുന്ന അയൽവാസിയോട് പറയാണ്, എൻ്റെ വീട് നിനക്ക് തടസ്സമാണെങ്കിൽ ആ തടസ്സമാണ്. അപ്പൊ ബാക്കിയുള്ള നാട്ടുകാരോടൊക്കെ വന്നിട്ട് പറയണത്ര അവന്, അവരോടൊന്ന് അവിടുന്ന് മാറാൻ പറ, മാറി താമസിക്കാൻ പറ, ആ സ്ഥലം എനിക്ക് വേണമെന്ന്. അല്ലാഹുവേ പടച്ചോനെ, ഒന്ന് ആലോചിച്ച് നോക്കേണ്ട പ്രിയമുള്ള ഒരവസ്ഥ. ഇതാ ഇന്ന് മനുഷ്യന്റെ അവസ്ഥ. മറ്റുള്ളവരുടെ സ്വത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കും. അത് നമുക്ക് എങ്ങനെ ഹലാലാകും? ഒന്ന് ആലോചിച്ച് നോക്കണം. അത് നമുക്ക് ഹലാലാകും? നമുക്കത് കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ലുഖ്മാനുൽ ഹകീം അതാ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് രണ്ടാമതായിട്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ വിളിച്ചിട്ട് അതാ അവിടുന്ന് കൊടുക്കുന്ന ഉപദേശം എന്തെന്നറിയോ?
വമൻ യസ്മുതു യസ്ലം. അതാ മഹാനവറുകൾ പറയുകയാ, എല്ലാ വിപത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ, എല്ലാ വിപത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ നമ്മൾ മൗനം പാലിക്കണേ. ഇത് എല്ലാവിധ ആപത്തുകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുന്നതാണ്. മൗനമെന്ന് പറയുന്ന ഏറ്റവും വലിയ സത്യമാണ്. അത് ഹൈറാണ്, അത് നമുക്ക് നന്മ ലഭിക്കുന്നതാ. പടച്ചവനെ, മറ്റുള്ളവരെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ പടച്ചവനെ നമ്മളും കൂടെ പറഞ്ഞ അവസാനം അത് നമ്മുടെ മേത്തേക്ക് വരുന്നത് കാണാം. അല്ലേ? നമ്മൾ എല്ലാവരും കൂടി പറഞ്ഞപ്പോ ചിലപ്പോ അതിന്റെ കൂടെ ചിലപ്പോ എന്തെങ്കിലും നമ്മളും പറഞ്ഞിട്ടുണ്ടാകും. അവസാനം പടച്ചവനെ പറഞ്ഞു വരുമ്പോ പറയും അവനെല്ലാം പറഞ്ഞത് നമ്മുടെ തലയിൽ കിടക്കും. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അല്ലേ? അതാ പറഞ്ഞത് മൗനമാ പലയിടങ്ങളിലും നമുക്ക് നല്ലത്. മിണ്ടാതിരിക്കുക. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, നിനക്ക് പറയാൻ കഴിയുമെങ്കിൽ നീ നല്ലത് പറയുക, അല്ലെങ്കിൽ ഔലി യസ്ബത്ത്, നീ മിണ്ടാതിരിക്കുന്ന പറഞ്ഞത്. അതാ ഇവിടെ മഹാനവറുകൾ പറഞ്ഞു കൊടുത്തത്, മോനെ, നിന്റെ ജീവിതത്തിൽ നിനക്ക് അല്ലാഹു തആല നന്മ നൽകും, നീ മൗനം പാലിക്കുക. എല്ലാവിധ ആപത്തുകളിൽ നിന്ന് നിന്നെ അല്ലാഹു തആല കാത്തുരക്ഷിക്കും. ഇവിടുന്ന് മാത്രമല്ല, ദുനിയാവിൽ നിന്ന് മാത്രമല്ല, എവിടൊക്കെയാണ് പടച്ചറബിന്റെ രക്ഷ ലഭിക്കുന്നതെന്നറിയോ? എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവിന് മാത്രമല്ലോ, നാളെ പടച്ചു തമ്പുരാന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ ആ പരലോകത്ത് പോലും പടച്ചവനെ നമുക്കത് രക്ഷയാണെന്നാ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. പടച്ചവനെ, നമ്മളെല്ലാവരും പാവപ്പെട്ടവരെ തിന്നവരാണ്, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞവരാണ്, ഉള്ളതും ഇല്ലാത്തതും പറഞ്ഞിട്ട് നടക്കുന്നവരാണ്. എന്നാ ദുനിയാവിൽ നിന്ന് പടച്ചുറപ്പിന്റെ മുമ്പിലേക്ക് പ്രതീക്ഷകളുമായി കടന്നു ചെല്ലുമ്പോ നമ്മുടെ നമസ്കാരമോ നോമ്പോ സക്കാത്തുകളോ സദഖയോ ഒന്നും തന്നെ കാണുന്നില്ല. പടച്ചവനെ, നമ്മൾ അത്ഭുതപ്പെടുകയാ. എവിടെ എന്റെ നമസ്കാരം, എവിടെ എന്റെ നോമ്പ്, എവിടെ എന്റെ സക്കാത്ത്? അതാ പടച്ചുറപ്പ് അവിടുന്ന് പറയുകയാ, നീ നിസ്കരിച്ചല്ലോ, നീ നോമ്പെടുത്തല്ലോ, നീ സക്കാത്ത് കൊടുത്തല്ലോ, എല്ലാ സൽക്കർമ്മങ്ങളും നീ ചെയ്തിട്ടുണ്ടോ? എന്നാ ചെയ്തതിന്റെ കൂടെ നിന്റെ കൂടെ പിറപ്പിനെ നീ കുറ്റപ്പെടുത്തിയവനാ, നിന്റെ ബന്ധപ്പെട്ടവരെ നീ കളിയാക്കിയവനാ, നിന്റെ അയൽവാസിയെ നീ ചീത്ത പറഞ്ഞവനാ, അവനെ വേദനിപ്പിച്ചവനാ, നിന്റെ വാക്കുകളെ കൊണ്ട് നിന്റെ പ്രവർത്തനങ്ങളെ കൊണ്ടോ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ അവൻ ഒരുപാട് വിഷമിച്ചവനാ. അതുകൊണ്ട് നിന്റെ സമ്പത്തെല്ലാം പടച്ചവനെ, നിന്റെ മുതലെല്ലാം, നിന്റെ കൂലിയെല്ലാം, നിന്റെ അനുഗ്രഹങ്ങളെല്ലാം അവനിലേക്ക് എഴുതപ്പെടുകയാണ്. അല്ലാഹുവേ, പടച്ചവനെ, ദുനിയാവിൽ നിന്ന് എല്ലാ സൽക്കർമ്മങ്ങളും നമ്മൾ ചെയ്തിട്ടും അള്ളാന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ നന്മകളൊന്നും കാണുന്നില്ല. നമ്മൾ അത്ഭുതപ്പെട്ടു, പടച്ചവനെ, ഞാൻ ചെയ്ത നിസ്കാരം എവിടെ, എന്റെ നോമ്പ് എവിടെ, എന്റെ സക്കാത്ത് എവിടെ? അല്ലാഹുവേ, റബ്ബിന്റെ മുമ്പില് ഇതൊന്നും എന്റെ പ്രിയമുള്ളവരെ കാണുന്നില്ല. നമ്മൾ അത്ഭുതപ്പെടുന്നു. അല്ലാഹുവേ, പടച്ചവനെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട്, നാളെ അള്ളാന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് പരാതി പറയും, റബ്ബേ, എന്റെ നന്മകളൊക്കെ എവിടെയാണല്ല? ഞാൻ ചെയ്ത നിസ്കാരവും നോമ്പും സക്കാത്തും സദഖയും ഇതൊക്കെ എവിടെ പോയി അല്ലാ എന്ന് അള്ളാഹുവിനോട് നമ്മൾ പരാതി പറയുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നീ ഇന്ന ആളെ ഇന്നത് പറഞ്ഞില്ലേ, നീ ഇന്ന ആളെ ഇന്നത് ചെയ്തില്ലേ, അവർക്ക് ഇടങ്ങാറായി വേദനിപ്പിച്ചില്ലേ, അതുകൊണ്ട് നിനക്ക് നിന്റെ എല്ലാ അമലുകളും അവനിലേക്ക് എഴുതപ്പെട്ടു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊന്നുമില്ല. എന്റെ പ്രിയമുള്ളവരെ, അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഒരു ചങ്ങാതിയെ കുറിച്ചിട്ട് നമ്മൾ മോശപ്പെട്ട വാക്ക് പറഞ്ഞു. അവൻ ചെയ്ത കാര്യമാണ്, അവൻ വ്യഭിചരിച്ചു, അവല്ലെങ്കിൽ അവൻ കള്ള് കുടിച്ചു, എന്തെങ്കിലും ഒരു തിന്മ ചെയ്തു. എന്റെ പ്രിയമുള്ളവരെ, തിന്മ ചെയ്തു, നമ്മൾ അത് കണ്ടു. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാരൊക്കെ മനസ്സിലാക്കണം, പടച്ചോനെ, 5 നേരം എല്ലാവരും നിസ്കരിക്കാറില്ലേ, നോമ്പെടുക്കാറില്ലേ, സക്കാത്ത് കൊടുക്കാറില്ലേ, സ്വതക്ക കൊടുക്കാറില്ലേ, നന്മകൾ ചെയ്യാറില്ലേ? എന്റെ പ്രിയമുള്ളവരെ, ഇൽമിന്റെ മജ്ലിസിൽ പോയിട്ട് ഇരിക്കാറില്ലേ? സ്വലാത്തും തസ്ബീഹുമാരങ്ങനെ മറിച്ചുകൊണ്ട് സ്വലാത്തും ദിക്റും ചൊല്ലി നടക്കാറില്ലേ? അതിന്റെ കൂടെ ഈ ഒരൊറ്റ കാര്യം കൂടെ എന്റെ
എൻ്റെ പ്രിയമുള്ളവരെ ഒന്ന് ശ്രദ്ധിക്കും. എന്തെന്നറിയോ, അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഉള്ളതാവാം നീ പറയരുത്. ഉള്ളത് പറഞ്ഞാ നീ ഗീബത്ത് പറഞ്ഞു, ഇല്ലാത്തത് പറഞ്ഞാ നീ കളവ് പറഞ്ഞു. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മറ്റുള്ളവരെ കുറിച്ച് ഇല്ലതും പറയണ്ട, ഇല്ലാത്തതും പറയണ്ട. ഇല്ലതും പറയണ്ട, ഇല്ലാത്തതും പറയണ്ട, അല്ലെ? ഇല്ലത് പറയാൻ പറ്റൂലെങ്കിൽ പിന്നെ ഇല്ലാത്തത് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അങ്ങനെ നീ ഇല്ലത് പറഞ്ഞാൽ മോനെ നീ ഒന്ന് ആലോചിക്ക്. നിന്റെ ജീവിതത്തിൽ ഒരു വിഷമം, ഒരു കള്ളു കുടിച്ചു, നീ ഒരു തെറ്റ് ചെയ്തു, നീ ഒരു വ്യഭിചാരം നടത്തി, നാട് മുഴുവനും അതറിഞ്ഞു, എത്രത്തോളം നിന്റെ ഹൃദയത്തിൽ വേദനയുണ്ടാകും? എത്രത്തോളം നമ്മുടെ ഹൃദയത്തിനകത്ത് വേദനയുണ്ടാകും മറ്റുള്ളവർ അറിഞ്ഞിട്ട് നമ്മൾ കളിയാക്കുമ്പോൾ, നമ്മളെ പരിഹസിക്കുമ്പോൾ. എന്നാൽ അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞു നടന്നാലും എല്ലാവരും അവനെ കളിയാക്കി, എല്ലാവരും കുറ്റപ്പെടുത്തി, അവന്റെ മനസ്സിന് വല്ലാത്ത വേദന വന്നു. അവൻ എന്ത് ചെയ്തു? അള്ളാഹിന്റെ മുമ്പിൽ അവിടെ നിന്ന് തൗബ ചെയ്തു, റബ്ബിന്റെ മുമ്പിൽ പൊറുക്കലിനെ തേടി. അള്ളാഹു തആല പുറത്തു കൊടുത്തു. അള്ളാഹു തആല പുറത്തു കൊടുത്ത പാപമാ. പക്ഷേ ദുനിയാവിന്റെ തൊലിക്കു മുകളിൽ നമ്മളാരും അത് പറിച്ചിട്ട് നിർത്തിയിട്ടില്ല. ആരാണ് തെറ്റുകാരൻ? ആരവിടുത്തെ തെറ്റുകാരൻ? നമ്മളല്ലേ? എന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ. അള്ളാഹു തആല പുറത്തു കൊടുത്തിട്ടുണ്ടാവാം, പക്ഷേ നമ്മൾ അത് നിർത്തിയിട്ടില്ല. പറയല്, എടാ അവൻ ചെയ്തത് കണ്ടോ, അവനെ കളിയാക്കൽ നിർത്തിയിട്ടില്ല, അവനെ മോശപ്പെട്ടവനാക്കൽ നിർത്തിയിട്ടില്ല. പടച്ച റബ്ബ് വരെ പുറത്തു കൊടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിന്റെ പ്രിയമുള്ളവരെ, മനുഷ്യന്റെ അവസ്ഥ അതാണ്. അങ്ങനെ ഒരാൾ ദുനിയാവിന്റെ തൊലിക്കുമുകളിലൂടെ കടന്നു ചെന്നാൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ അവനെ പറഞ്ഞതിന്റെ പേരിൽ നമ്മുടെ നന്മകളൊക്കെ എടുത്തിട്ട് ആ മനുഷ്യന് കൊടുക്കും. ആ മനുഷ്യന്റെ ജീവിതത്തിൽ ചിലപ്പോൾ തെറ്റുകൾ ഉണ്ടാവാം, പക്ഷെ നമ്മുടെ നന്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്തിട്ട് നമ്മൾ ആരെ കുറിച്ചാണോ ഈബത്ത് പറഞ്ഞത്, നമീമത്ത് പറഞ്ഞത്, കളവ് പ്രചരിപ്പിച്ചത്, അവന്റെ ദേഹത്തേക്ക്, അവന്റെ അമലിലേക്ക് അല്ലാഹു തആല നമ്മുടെ നന്മകൾ ചേർക്കും. നമ്മൾ നിസ്കരിച്ചത്, സകാത്ത് കൊടുത്ത്, സ്വലാത്തിലെല്ലാം വെള്ളത്തിൽ. മനസ്സിലായോ? ഇനിയോ? ഇനി എന്നിട്ടും പടച്ച റബ്ബേ ആ കണക്ക് പൂർത്തിയായിട്ടില്ല, ഇനിയും വേണമെങ്കിൽ അവൻ പറഞ്ഞു കൂട്ടിയതിന് അനുസരിച്ച് ഇനിയും അങ്ങോട്ട് ആ മനുഷ്യന് കൊടുക്കാനാ. അങ്ങനെയാകുമ്പോ ആ ചങ്ങാതിയുടെ ഏട് അല്ലാഹു തആല എടുക്കും. എന്നിട്ട് അവന്റെ ഏടിനകത്തുണ്ടാകും ചിലപ്പോൾ കുറെ തെറ്റുകൾ അവൻ ചെയ്തിട്ടുണ്ടാകും. ആ തെറ്റുകളെല്ലാം എടുത്തിട്ട് ഇവന്റെ മണ്ടേ കൊടുത്തിടും, ഇവന്റെ ഏടി കൊടുത്തിടും. എന്ന് ആലോചിച്ച് നോക്ക്. ഇവന്റെ ജീവിതത്തിൽ പിന്നെ എന്തുണ്ട്? അല്ലാഹുവേ പടച്ച റബ്ബേ, ഞങ്ങളുടെ നാക്ക് നീ സൂക്ഷിക്കാനുള്ള തൗഫീഖ് കൊണ്ട് റബ്ബേ, നാക്ക് കൊണ്ട് ഈബത്ത് പറയിപ്പിക്കല്ലേ. ഒന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് ഈബത്തും നമീമത്തും പറയുന്നതിന് എന്റെ പ്രിയമുള്ളവരെ, അത് കൽബിന്റെ ഒരു അസുഖവാ, വല്ലാത്ത രോഗവാ. പല ആളുകൾക്ക്, ചില ആളുകൾക്ക് അത് പറഞ്ഞിട്ടില്ലെങ്കിൽ, അത് കേട്ടിട്ടില്ല, അതങ്ങനെ ആയിട്ടില്ലെങ്കിൽ, പറഞ്ഞിട്ടില്ലെങ്കിൽ പടച്ചവനെ ഉറക്കം വരൂല. അത് എന്തിങ്ങനെ പറയാൻ ഇങ്ങനെ കയ്യും കാലും പൊരുത്തുന്ന ചില ആളുകൾക്ക്. ഒന്ന് പറഞ്ഞെങ്കിൽ, അല്ലെ, ഒന്ന് പറയാൻ പറ്റിയിരുന്നെങ്കിൽ. ചില ആളുകളുടെ സ്വഭാവം അങ്ങനെ. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ എന്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഒരു മനുഷ്യനെ കുറിച്ച് ഇല്ലതും പറയരുത്, ഇല്ലാത്തതും പറയരുത്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ളവരെ, മൂന്നാമതായിട്ട് ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു പറയാം, അതാ ഇവിടുന്ന് പറയുന്നു, വമൻ യഖലിൽ ഖൈറാ, അതാ ഇവിടുന്ന് മഹാനവറുകൾ പറഞ്ഞു കൊടുക്കുന്നത് എന്തറിയോ? നിന്റെ ജീവിതത്തിൽ നീ നന്മ മാത്രമേ പറയാൻ പാടുള്ളൂ. നിന്റെ ജീവിതത്തിൽ നീ നന്മ മാത്രമേ പറയാൻ പാടുള്ളൂ. ദുനിയാവിൽ വെച്ചിട്ട് നിനക്ക് വായ തോന്നുന്നത് മുഴുവനും വിളിച്ചു പറയരുത്. പടച്ചവനെ, ദുനിയാവിൽ വെച്ചിട്ട് സ്വലാത്തുകൾ ചൊല്ലിക്കോ, ദിക്റുകൾ ചൊല്ലിക്കോ, തസ്ബീഹുകൾ ചൊല്ലിക്കോ. അല്ലാഹനെ കുറിച്ച് പറഞ്ഞോ, റസൂലുള്ളാഹിനെ മദ്ഹ് പറഞ്ഞോ, റസൂലുള്ളാഹിന്റെ സ്വഭാവം പറഞ്ഞോ. പടച്ചവനെ, അവിടുന്ന് മഹാന്മാരെ ചരിത്രം പറഞ്ഞോ, മറ്റുള്ളവർക്ക് ഉപകാരമുള്ള വാക്കുകൾ പറഞ്ഞോ, എല്ലാ നന്മകളും ദുനിയാവിൽ വെച്ചിട്ട് പറഞ്ഞോ. പക്ഷേ മോശത്തരം പറയരുതേ. അങ്ങനെ നീ നിന്റെ ജീവിതത്തിൽ ദുനിയാവിൽ മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന
ഒരുപാട് നന്മകൾ പറഞ്ഞ അതാവിടുന്ന് മഹാനവറുകൾ പറയുകയാണ്, നീയാണടാ ദുനിയാവിലെ ലാഭം കൊയ്തെടുത്തവന്, നീയാണ് ഏറ്റവും വലിയ സമ്പാദിച്ചവന്, നീയാണ് ഏറ്റവും വലിയ ഉത്തമനെന്നോ അതാവിടുന്ന് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു പറയുകയാ. ചോദ്യമുണ്ട് പ്രിയമുള്ളവരെ, ചോദ്യമുണ്ട് പ്രിയമുള്ളവരെ, ആരാ ഏറ്റവും വലിയ ഉത്തമനെന്ന് പറഞ്ഞാൽ അവൻ ആരാണെന്ന് പറയണം പ്രിയമുള്ളവരെ. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, ഏറ്റവും വലിയ ഉത്തമന്റെ അടയാളമാണത്, അവൻ കുറച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ, സംസാരിച്ചു കഴിഞ്ഞാൽ നന്മയെ പറയുകയുള്ളൂ. എന്ത് നീ പറഞ്ഞോ നന്മ മാത്രം പറ, മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന പറ. അങ്ങനെ നീ പറഞ്ഞാൽ നീയാണ് ഏറ്റവും ലാഭം കൊയ്തെടുത്തവൻ, ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റിയുള്ള ആള് നീയാണ് എന്ന് മഹാനവറുകൾ പഠിപ്പിക്കാം. ഈ 3 കാര്യങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ വേണം. ഈ 3 കാര്യങ്ങൾ മറക്കരുത്. വീണ്ടും അതാ മഹാനവറുകൾ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനോട് പറയുകയാണ്, വമൻ ലാ യംലികു ലിസാനഹു, പരിശുദ്ധമായ ദീനിനെ പോലും പടച്ച റബ്ബേ കളിയാക്കുന്ന രൂപത്തില്, നാവിന് ലൈസൻസ് ഇല്ലാത്ത രൂപത്തിൽ സംസാരിച്ചാൽ അവിടുന്ന് പരിശുദ്ധമായ പടച്ച റബ്ബേ ഖുർആനിനെ കളിയാക്കിക്കൊണ്ട്, ആലിമീങ്ങളെ കളിയാക്കിക്കൊണ്ട്, അല്ലാഹുവേ ഒരു ലൈസൻസ് ഇല്ലാത്ത രൂപത്തില്, മോശപ്പെട്ട രൂപത്തില് തല മറക്കുന്നതിനെ കുറിച്ച്, അല്ലാഹ് ദീൻ പറയുന്ന ചില കാര്യങ്ങളെ കുറിച്ച് മോശപ്പെട്ട രൂപത്തിൽ നീ സംസാരിച്ചാൽ അതാ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായിയായ അതാ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു പറയുകയാ, എന്തും നീയാണടാ, എന്തും നീയാണ് ഏറ്റവും വലിയ ഖേദിക്കപ്പെട്ടവനെന്ന്, ഏറ്റവും വലിയ മോശപ്പെട്ടവനെന്ന്, ദുനിയാവിലും നാളെ പരലോകത്തും നീ ഖേദിച്ചവനായി മാറുമെന്ന് അതാ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു. ദുനിയാവും നഷ്ടപ്പെട്ടു, ആഖിറവും നഷ്ടപ്പെട്ടു. മനസ്സിലായോ? ഇവിടെന്ന് മാത്രമല്ല നമ്മൾ ഖേദിക്കുന്നത്, നാളെ അള്ളാന്റെ പരലോകത്ത് പോലും നമ്മൾ ഖേദിച്ചു പോകുമെന്ന് മഹാനവറുകൾ പഠിപ്പിക്കാം. ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എന്താ ചെയ്തത്? നാവിനെ ശ്രദ്ധിച്ചില്ല. പടച്ചവനെ, നാവിൽ ലൈസൻസ് ഇല്ലാത്ത ചില സംസാരങ്ങൾ ചില ആളുകൾക്ക് സംസാരിക്കുന്നത് കേട്ടിട്ടില്ലേ? മദ്രസയിൽ പഠിച്ചുകൊണ്ട് എന്ത് കിട്ടി? സ്കൂളിൽ പഠിച്ചുകൊണ്ടാണ് എനിക്ക് ഹൈർ കിട്ടിയത്. എന്നിട്ടോ 5 വയസ്സൊക്കെ വിദ്യാഭ്യാസം ഇല്ലാതെ മൊട്ടയടിച്ച് നടക്കുന്ന ചില ആളുകൾ കിടന്നിട്ട് തുള്ളി പറയുന്നത് കേട്ടാ തോന്നും, അല്ലാഹുവേ പടച്ചവനെ, നമ്മൾ തന്നെയാ വലിയ ആളുകളെന്ന് തോന്നിപ്പോകും പറയുന്നത് കേട്ട. മനസ്സിലായ? അള്ളാഹു നമുക്കൊക്കെ ബോധം നൽകട്ടെ. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ പ്രിയമുള്ളവർ ശ്രദ്ധിച്ചോ. ഒന്നാമത്തത് എൻ്റെ പ്രിയമുള്ളവരെ, ഭൂമിയിലുള്ളവർക്ക് കരുണ ചെയ്യും എന്ന അള്ളാഹുവിൻ്റെ കാരുണ്യം നിനക്ക് അള്ളാഹു നൽകും. നീ പറയുന്നതെങ്കിൽ നീ നിന്റെ നാവ് കൊണ്ട്, നിന്റെ ജീവിതം കൊണ്ട് നീ നന്മ മാത്രം പറയുക, നന്മ മാത്രം പറയുക, മറ്റുള്ളവർക്ക് ഉപകാരമില്ലാത്ത നീ പറയരുത്. അങ്ങനെ പറഞ്ഞ നീയാ ഏറ്റവും വലിയ സമ്പാദ്യം സമ്പാദിച്ചവൻ. നീ മിണ്ടാതിരിക്ക്, നീ മിണ്ടാതിരിക്ക്, നീ മിണ്ടാതിരിക്ക്, മൗനം പാലിക്ക്. അങ്ങനെയാണെങ്കിൽ മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എല്ലാ വിപത്തിൽ നിന്നും ആ മൗനം നിന്നെ രക്ഷിക്കുമെന്ന് മഹാനവറുകൾ പറയാം. അത് ദുനിയാവിൽ മാത്രമല്ല, ആഖിറത്തിലും അല്ലാഹു തആല രക്ഷിക്കും. വീണ്ടും അവിടുന്ന് പറഞ്ഞു, നീ നിന്റെ നാക്ക് കൊണ്ട് മോശത്തരം പറഞ്ഞാൽ, ലൈസൻസ് ഇല്ലാതെ നീ സംസാരിച്ചു കഴിഞ്ഞാൽ നിന്റെ സംസാരം നിന്നെ എത്തിക്കുന്നത് ഏറ്റവും വലിയ ഖേദത്തിലേക്കാണ്. അത് ദുനിയാവിലും ആഖിറത്തിലും അതിന്റെ പേരിൽ നീ ഖേദിക്കേണ്ടി വരുമെന്ന് മഹാനവറുകൾ ഓർമ്മപ്പെടുത്തുക. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ, അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മൾ ഖേദിക്കാൻ പാടില്ല. നമ്മുടെ നാക്ക്, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ ചിന്ത കൊണ്ട് നമ്മൾ ഖേദിച്ച ദുനിയാവും ആഖിറവും നമുക്ക് നഷ്ടപ്പെടും. ഇവിടെ മാത്രമല്ല ജീവിതം എന്ന് നമുക്കറിയാം. ഇനിയും ഒരുപാട് കാലം, ഒരുപാട് സന്ദർഭങ്ങൾ, സമയങ്ങളൊക്കെ എനിക്കും നിങ്ങൾക്കും കടന്നു പോകാനുണ്ട്. അതിലൂടെയൊക്കെ നമുക്ക് കടന്നു പോകണം. റബ്ബ് നമുക്കതിൻ്റെ തൗഫീഖ് നൽകട്ടെ. നല്ലവരിൽ നല്ലവരായി ദുനിയാവിൻ്റെ തുലിക്കുമുകളിലൂടെ കടന്നു പോകാൻ, ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല നമ്മൾ പറഞ്ഞ ഇൽമ അല്ലാഹു തആല നാഫിയാക്കി തരട്ടെ. ഉപകാരമുള്ള, ഉപകാരപ്രദമായ ഖൈറായ ഇൽമിൽ അല്ലാഹു തആല നമ്മുടെ ഇൽമുകളിലൊക്കെ
ഈ അറിവ് അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു എല്ലാവരുടെയും വിഷമങ്ങൾ അല്ലാഹു തആല മാറ്റി തരട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരു 3 സ്വലാത്ത് ചൊല്ലും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.